നമുക്ക് ടേണിംഗ് മൊമെൻ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ടേണിംഗ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇത് പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് നമ്മുടെ ക്രാങ്കാണ്. അപ്പം ഇത് ബീറ്റയും ഇത് തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ എന്ത് വരും. ആംഗിൾ പറയുമ്പോൾ തീറ്റ പ്ലസ് ബീറ്റ എന്ന് വരും. തീറ്റ പ്ലസ് ബീറ്റ. ടേണിംഗ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ടേണിംഗ് മൊമെൻ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേണിംഗ് മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ഇതാണ് ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്. ഇതിനെ ഞാൻ FT എന്ന് വിളിക്കും. അപ്പോൾ FT ഇൻറ്റു R ആണ് ടേണിംഗ് മൊമെൻറ്റ്. FT ഇൻറ്റു R അതാണ് ടേണിംഗ് മൊമെൻറ്റ്. ഇത് എന്തിന് ഈക്വലാണെന്ന് നോക്കണം. ഈ FT ഇൻറ്റു R എന്തിന് ഈക്വലായിരിക്കും? പിന്നെ ഈ കണക്റ്റിംഗ് റോഡിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, FC. ഈ നമുക്ക് എൻജിൻ്റെ അകത്ത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. ഫ്യൂവൽ ബേണിംഗ് കാണുന്ന പ്രഷർ ഫോഴ്സ് പ്ലസ് ഇനേർഷ്യ ഫോഴ്സ് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം -FB. ഇത് തമ്മിൽ കൂട്ടുന്നതാണ് ഈ പ്രഷർ ഫോഴ്സ് അല്ല, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പിസ്റ്റൺ. അതെങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണ് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പിന്നെ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ അത് ഇങ്ങോട്ടായിരിക്കും, FN. ഈ ഫോഴ്സ് FC ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഈ FN എന്ന് പറയുന്ന ഫോഴ്സ് ഇത് FC കോസ് ബീറ്റയും ഇത് FC സൈൻ ബീറ്റയും. അപ്പോൾ ഇങ്ങോട്ട് F എന്ന് പറയുന്ന ഏത് ഫോഴ്സ് എന്തിന് ഈക്വലായിരിക്കും? F എന്ന് പറയുന്ന ഫോഴ്സ് FC കോസ് ബീറ്റയ്ക്ക് ഈക്വലായിരിക്കും. FC കോസ് ബീറ്റയ്ക്ക് ഈക്വലാണ്. ഈ ആംഗിൾ ബീറ്റ. അപ്പം F ബൈ കോസ് ബീറ്റയാണ് FC. അപ്പോൾ FC ഇൻറ്റു അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് ഇതിന് ടോർക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ വേറൊരു ടേണിംഗ് മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇത് R കോസ് തീറ്റ പ്ലസ് ബീറ്റ ആണെങ്കിൽ ഇനി പെർപെൻഡിക്കുലറായിട്ട് R സൈൻ തീറ്റ പ്ലസ് ബീറ്റ ഉണ്ട്. ഇത് കോസ് ആകുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വെർട്ടിക്കൽ. ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് R സൈൻ തീറ്റ പ്ലസ് ബീറ്റ. അത് എങ്ങോട്ടാണ്? ഈ FCയുടെ ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട്. അപ്പോൾ ഇതും FC ഇൻറ്റു R സൈൻ തീറ്റ പ്ലസ് ബീറ്റ എനിക്ക് ആക്ട് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ L സൈൻ ബീറ്റ എന്ന് വെച്ചാൽ R സൈൻ ബീറ്റയ്ക്ക് ഈക്വലാണ്. അപ്പം L/R സൈൻ ബീറ്റ സൈൻ തീറ്റയ്ക്ക് ഈക്വലാണ്. സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. L/R എന്ന് പറയുമ്പോൾ N ആണ്. N സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. നമുക്ക് തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. N എന്ന് പറയുമ്പോൾ L എത്ര തന്നിട്ടുള്ളത്? 924 × 10⁻³ ബൈ ബൈ R. R എന്ന് പറയുമ്പോൾ L ഈക്വൽ ടു 2R എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ L/2 ആണ് ആ ക്രാങ്കിൻ്റെ ലെങ്ത്. L എന്ന് പറയുമ്പോൾ
440 into 10 raised to minus 3 by 2 is equal to r. Crankൻ്റെ crank radius. അപ്പം 220 into 10 raised to minus 3 is equal to r. 220 into 10 raised to minus 3 meter into sin beta is equal to sin 30. അപ്പം ബീറ്റയുടെ വാല്യൂ നമുക്കിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. sin beta is equal to 220 into 10 raised to minus 3 by 924 into 10 raised to minus 3 sin 30. Beta is equal to sin inverse of 220 by 924 sin into 1 by 2. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ബീറ്റ ഈസ് ഈക്വൽ ടു 6.837 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ബീറ്റ കിട്ടി. അപ്പോൾ നമുക്ക് ടേണിംഗ് മൊമെൻറ്റ് കണ്ടുപിടിക്കാമല്ലോ. ടേണിംഗ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു ആർ സൈൻ തീറ്റ പ്ലസ് ബീറ്റ. ഇപ്പോൾ എഫ് സി വേണമെങ്കിൽ നമുക്ക് എഫ് ബൈ കോസ് ബീറ്റ എന്നാണ് ഇക്വേഷൻ. എഫ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വരും? പ്രഷർ ഫോഴ്സും മൈനസ് ഇനർഷ്യ ഫോഴ്സ്. ഇത് തമ്മിൽ പ്രഷർ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് P1A1 മൈനസ് P2A2. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് ഇങ്ങനെ കിട്ടുന്നത്. പിസ്റ്റൻ്റെ കവറിലോട്ട് ആക്ട് ചെയ്യുന്നത് 500 kN/m². പിന്നെ നമുക്ക് ഈ പിസ്റ്റൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 220 into 10 raised to minus 3. പിന്നെ ബോട്ടം സൈഡിൽ ആക്ട് ചെയ്യുന്നത് 60 kN/m². പിന്നീട് പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് എഫ് പി കണ്ടുപിടിക്കുന്നത് 500 into 10³ into π/4 into 220 into 10 raised to minus 3 the whole square minus 60 into 10³ π/4 into 220 into 10 raised to minus 3 minus 40 into 10 raised to minus 3 the whole square. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് പി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫ് പിയുടെ വാല്യൂ, പ്രഷർ ഫോഴ്സിൻ്റെ വാല്യൂ 17479.82 ന്യൂട്ടൺ എന്നാണ്. നമുക്ക് ആക്സിലറേഷൻ ഇനർഷ്യ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഇനർഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇനർഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കാൻ mr² ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് 2θ/n എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അതിൻ്റെ അകത്ത് എം പിസ്റ്റൺ റെസിപ്രോക്കലിംഗ് പേഴ്സൻ്റെ മാസം കൊടുക്കുന്നത് 20. ആറ് നമുക്കറിയാം. ആറ് 220 into 10 raised to minus 3. ഒമേഗ കണ്ടുപിടിക്കാൻ 2π into n നമുക്ക് തന്നിട്ടുണ്ട് 210 60 the whole square into cos തീറ്റ നമുക്ക് 30 plus cos 2θ 60/n എന്ന് പറയുമ്പോൾ L/R. L/R എത്ര? L/R 924 by R 220. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പം എഫ് പിയുടെ വാല്യൂ പ്രഷർ ഇനർഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ കൂടെ കിട്ടും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇനർഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 2096.12 ന്യൂട്ടൺ എന്ന് കിട്ടുന്നത്. അപ്പം എഫ് എങ്ങനെ കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 17479.82 minus 2096.123. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -179.82 കിട്ടുന്ന വാല്യൂ എഫ് എന്ന് പറയുന്നത് 153.83.69 ന്യൂട്ടൺ എന്നാണ്. ഇതുവഴി നമുക്ക് എഫ് സി കണ്ടുപിടിക്കാം. എഫ് സി ഈസ് ഈക്വൽ ടു 153.83.69 by cos 6.837. 153.69 by cos 6.837.
നമുക്കിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 15493.86 ന്യൂട്ടൺ. നമുക്ക് ടേണിംഗ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടേണിംഗ് മൊമെൻറ്റ് എഫ് സി ആർ സൈൻ തീറ്റ പ്ലസ് ബീറ്റ എന്നാണ്. അപ്പം ടേണിംഗ് മൊമെൻറ്റ് ടി ഈസ് ഈക്വൽ ടു 493.86 ഇൻറ്റു 220 ഇൻറ്റു 10⁻³ ഇൻറ്റു സൈൻ തീറ്റ നമുക്ക് കിട്ടിയ 30 തന്നിട്ടുള്ള 30 പ്ലസ് 6.837. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വാല്യൂ 2043.624 ന്യൂട്ടൺ മീറ്റർ എന്നാണ്. സോൾവ് ചെയ്യുമ്പോൾ വാല്യൂ 2043.624 ന്യൂട്ടൺ മീറ്റർ. രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ ത്രസ്റ്റ് ഓൺ ബിയറിംഗ് എന്ന് പറയുന്നതാണ്. ത്രസ്റ്റ് ഓൺ ബിയറിംഗ് എന്ന് വെച്ചാൽ ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എഫ് ആർ ആണ് നമുക്ക് എഫ് ആർ. ഈ എഫ് ആർ എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ എഫ് സി ഫോഴ്സ് ഓൺ ദ കണക്റ്റിംഗ് റോഡ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് സി കോസ് തീറ്റ പ്ലസ് ബീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ത്രസ്റ്റ് ഓൺ ബിയറിംഗ് കണ്ടുപിടിക്കാൻ എഫ് സിയുടെ വാല്യൂ നമ്മളിലുണ്ട് 493.86 ഇൻറ്റു കോസ് 30 പ്ലസ് 6.837. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 15493.86 ഇൻറ്റു കോസ് 30 പ്ലസ് 6.837 12640.52 ന്യൂട്ടൺ. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആക്സലറേഷൻ ഓഫ് ദ ഫ്ലൈ വീൽ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആക്സലറേഷൻ ഓഫ് ദ ഫ്ലൈ വീൽ നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറയുന്നത് ആക്സലറേഷൻ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സിന് അനലോഗിയാണ്. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നാണ്. ഈ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോർക്ക് എന്ന് വെച്ചാൽ ആക്സിലറേറ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടേണിംഗ് മൊമെൻറ്റ് മൈനസ് റെസിസ്റ്റിംഗ് ടോർക്ക്. ഈ ടോർക്ക് നമ്മളിപ്പോൾ ആദ്യമേ സോൾവ് ചെയ്യുമ്പോൾ കിട്ടി. അതിൻ്റെ വാല്യൂ ആണ് 2043 ന്യൂട്ടൺ മീറ്റർ. ബാക്കി നമുക്ക് റെസിസ്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നെ പവർ എന്ന് പറയുന്ന ടേം തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 22 കിലോ വാട്ട് തന്നിട്ടുണ്ട്. ഈ പവർ എങ്ങനെ കണ്ടുപിടിക്കും? ടി ഒമേഗ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് 2π ഇൻറ്റു 210/60. അപ്പം 22 ഇൻറ്റു 10³ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 22. ടിയുടെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു 1000 എന്ന് കിട്ടും. 1000 ഇത് കിട്ടുന്ന റെസിസ്റ്റിംഗ് ടോർക്കാണ്. റെസിസ്റ്റിംഗ് ടോർക്ക് TR ആണ് കിട്ടുന്നത്. TR എന്ന് പറയുന്നത് 1000. അപ്പം ആക്സിലറേറ്റിംഗ് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 2043.624 മൈനസ് ടി ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1043.624 ന്യൂട്ടൺ മീറ്റർ എന്നാണ് ആക്സിലറേറ്റിംഗ് ടോർക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് അപ്പം 1043.624 ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു mk², മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പം മാസ് തന്നിട്ടുണ്ട് ഫ്ലൈ വീലിൻ്റെ മാസ് 8 ഇൻറ്റു റേഡിയസ് ഓഫ് എയറേഷൻ 600 ഇൻറ്റു 10⁻³ m/r² ആണ്. അപ്പം അതിൻ്റെ സ്ക്വയർ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ള ആൽഫയാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആൽഫയുടെ വാല്യൂ ആണ് 362.369 radian/s² ആണ് കൊണ്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.